എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദേവന്മാർ പണ്ട് പാലാഴി ഇടഞ്ഞെടുത്തപ്പോൾ അമൃത് കിട്ടിയായിരുന്നു, അമൃത് അല്ലേ? അതുപോലെ ഡേവിഡ് സാർ തന്റെ വിജ്ഞാനത്തിൽ നിന്നും തന്റെ അർപ്പണ ബോധത്തിൽ നിന്നും കർമ്മനിരതയിൽ നിന്നും കടഞ്ഞെടുത്ത അമൃതാണ് ഹൈലോൺ പ്രൊഡക്ട്സ്. ഡേവിഡ് സാറിനെ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവരെയും വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും നിരാലംബരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവദൂതന്മാരൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പല മരുന്നുകളും കഴിച്ച് ജീവിതം മുഴുവൻ പാഴായിരിക്കുന്ന ആൾക്കാരാണ്. വിഷം തന്നെ കഴിച്ച് അലോപ്പതി മരുന്നുകൾ കഴിച്ച് മുന്നോട്ട് പോകുന്നു, രക്ഷയിൽ ആയുർവേദ മരുന്നിലേക്ക് പോകുന്നു, പിന്നെ ഹോമിയോയിലേക്ക് പോകുന്നു. ഇങ്ങനെ എന്തെല്ലാം മരുന്നുകൾ കഴിച്ച് അവസാനം മരണശൈലിയിൽ കിടക്കുന്നവരെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഡേവിഡ് സാർ ഹൈലോണിൽ കാണുന്നത്. ഞാൻ 7 വർഷത്തിന് മുമ്പ് ഹൈലോണിൽ അംഗമായ ആളാണ്. പക്ഷെ അന്ന് പ്രൊഡക്ട്സ് വാങ്ങിച്ച് കഴിച്ചെന്നല്ലാതെ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ എന്നാൽ ഈ 1 മാസത്തിന് മുമ്പ് എൻ്റെ പഴയ കമ്പനിയിലെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ, ഞങ്ങൾ ജാൻസി റാണിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് സുരാ മാഡം, ഞങ്ങളൊരു സഹോദരമായ സ്നേഹമാണ്. പോലും സുരാ മാഡം എന്നെ കാണാൻ കഴിയുകയും ഈ പ്രൊഡക്ട്സിനെ സംസാരിക്കുകയും പറഞ്ഞു. നമ്മൾ നേരത്തെ കഴിച്ചിട്ടില്ല, അത് സാറ് കഴിക്കാനുള്ള കാരണമുണ്ട്. ഒരു 15 വർഷത്തിന് മുമ്പ് പിന്നെ എനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു. സ്ട്രോക്ക് വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്തു, 2 ആഴ്ച ICU കിടന്നു. പിന്നെ വീട്ടിലും 1 മാസം ചികിത്സ പിന്നെ പതുക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ നിലയിലേക്ക് വന്നത്. അപ്പം നമുക്കറിയാം, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ തുടങ്ങിയ 6-7 ഗുളിക രാവിലെ കഴിക്കണം, വൈകുന്നേരം 3 ഗുളിക കഴിക്കണം. പിന്നെ വിഷം കഴിച്ച് കിഡ്നി വീണ്ടും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടി വരികയാണ്. അസുഖം വന്ന സമയത്ത് 1.5 ഉണ്ടായിരുന്ന ക്രിയാറ്റിൻ പിന്നീട് ഒരു 10-11 വർഷം കൊണ്ട് അത് 3.62 വന്നു. ഒരു 2 മാസത്തിന് മുമ്പ് എനിക്ക് ഒരു വയറിളക്കമൊക്കെ വന്ന ശേഷം ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുമ്പോൾ 5.53 ആയിരുന്നു ക്രിയാറ്റിൻ. യൂറിയ എന്ന് പറയുന്നത് 120 വരെ വന്നു. മാത്രമല്ല പ്രഷറിനെയും കൊളസ്ട്രോളിലേക്ക് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഈ മരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ അമൃത് കഴിച്ച ശേഷം എൻ്റെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു, ദൈവികമായ അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ സുധാ മാഡം ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഞാൻ പറയുന്നത് പ്രശ്നം വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലഡ് പരിശോധിച്ചപ്പോൾ പറയാണ്, ഞാൻ ഇപ്പോൾ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നില്ല, കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നില്ല, യൂറിക് ആസിഡിന്റെ ഗുളിക കഴിക്കുന്നില്ല, ക്രിയാറ്റിന്റെയും യൂറിയയും ഗുളിക കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമല്ല, ഈ ചെറിയൊരു പ്രൊഡക്റ്റ് കൊണ്ട് അല്ല മരുന്നല്ല, ഔഷധങ്ങൾ, സിദ്ധ ഔഷധം കൊണ്ട് ഈ ശരീരത്തിൽ കുറെ മാറ്റം വരാൻ പറ്റി. ഞാനിത് കിഡ്നി ബാധിത അസുഖമുള്ളതുകൊണ്ട് നമുക്കറിയാം, വൈദ്യശാസ്ത്രം പറയുന്നത് 2.5 ശേഷം ക്രിയാറ്റിൻ ഉണ്ടെങ്കിൽ 10 കിഡ്നി വരയ്ക്കുന്നുണ്ട്. എന്നെ കണ്ടു തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ കൂടുതൽ 24 മണിക്കൂർ പല കാര്യങ്ങൾ അധ്യാപകനാണ്, സാഹിത്യകാരനാണ്, അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും നിരന്തരമായി ഒരു കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്നെ ഈ തിരിച്ച് ജീവിതത്തിലേക്കും കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുവന്നത് ഹൈലോൺ പ്രോഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒന്നും കഴിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അവസാനം സുധാ മാഡത്തെ പരിചയമുള്ളതുകൊണ്ടും പിന്നെ ഞാൻ മേടിച്ചൊക്കെയാണ്. അതായത് 2 ഗുളിക കിഡ്നീൻ്റെ വേറെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വണ്ടിയുടെ ഡിക്കിയിലാണ് സൂക്ഷിച്ചിരുന്നത്, കാരണം വൈഫ് കണ്ട അവിടെ കുറയുന്നത്. മറ്റേ എന്നോട് മാത്രം ഞാൻ പബ്ലിക്കായിട്ട് വെച്ച് കഴിച്ചു, ഞാൻ പറഞ്ഞ ദിവസമാണ്. പക്ഷെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ പബ്ലിക്കായിട്ട് കഴിക്കാതെ മാറുന്ന റിസൾട്ട് വന്ന ശേഷം ഞാൻ പറഞ്ഞു, പിന്നെ ഇതുകൂടി ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വൈഫ് ഇപ്പോൾ വളരെ അനുകൂലമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സുധാ മാഡം മണികണ്ഠനും കൂടി ആലപ്പുഴ വരികയും ഒരു ദിവസം ഞങ്ങൾ 7 വീടുകളിൽ പോയി ഏകദേശം 10-15,000 രൂപയുടെ പ്രൊഡക്ട്സ് ഏൽപ്പിക്കുകയും ചെയ്തു. ആദ്യം കൊടുത്തത് എൻ്റെ സഹോദരങ്ങൾക്കാണ്, പിന്നെ അമ്മായിക്ക് എല്ലാവരും കൊടുത്ത പോലെ. സത്യം പറഞ്ഞാൽ നമ്മള് നല്ലൊരു റിസൾട്ടായിട്ട് സ്വീകരിച്ച കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അവരുടെ കൂടെ ജീവൻ ധൈര്യമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഹൈലോണിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക, ഞാൻ എൻ്റെ പുറകിലെല്ലാം വീക്ഷിക്കുകയായിരുന്നു. വളരെയധികം സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതിയാണ്. കാരണം വളരെയധികം സ്നേഹവും ബഹുമാനം പാട്ടും അല്ലേ? അതുപോലെ ഷൈസായുടെ നേതൃത്വത്തിൽ, സിയുടെ നേതൃത്വത്തിലൊക്കെ വളരെ നല്ല ക്ലാസ്സുകൾ, വളരെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ. ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ 24 hours ഇവിടെ ഇരുന്ന് എല്ലാവരും ആവേശത്തിൽ പങ്കെടുത്ത് നമ്മൾ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ പഴയ കമ്പനിയിലേക്ക് പോയി. പക്ഷെ കമ്പനിയിൽ അത്രയില്ല, അവിടെ കൊടുത്ത പ്രോഡക്റ്റ് ഞങ്ങൾ ഇൻഷുറൻസ് ആയിരുന്നു. ഇത് മറ്റൊരു ഇതാണ്, പിന്നെ അമൃതാണ് ഹൈലോൺ പ്രൊഡക്ട്സ്.
തീർച്ചയായിട്ടും ഈ ഹൈറോൺ കമ്പനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകും. ഞാൻ ഒരു ചീഫ് എഡിറ്റർ ആയിരുന്നു, ഒരു മാഗസിൻ, ഒരു പത്രത്തിൻ്റെ എഡിറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ അധ്യാപകനാണ്, സാഹിത്യകാരനൊക്കെയാണ്. ഏതായാലും തീർച്ചയായിട്ടും ആ രംഗത്തുമുണ്ട്. നിങ്ങളുടെ ഈ ഹൈറോണിൻ്റെ പബ്ലിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കണം. ഞങ്ങളുടെ കമ്പനിയുടെ സമയത്ത് കമ്പനിക്ക് ഒരു പത്രമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, ജെസ്സി മാഡത്തിനൊക്കെ അറിയാം, ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, സുനിലിനൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അത് മന്ത്ലി ഞങ്ങൾ ഇറക്കുമായിരുന്നു. അത് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ശരി, അതുപോലെയൊക്കെ ഒരു കുറച്ച് പബ്ലിസിറ്റി ഒക്കെ എൻ്റെ ഭാഗത്ത് ചെയ്യാൻ സാധിക്കും. എൻ്റെ സപ്പോർട്ട് തന്നാൽ മതി. ഞാനൊരു കവിത എഴുതുന്ന കുഴപ്പമുണ്ടോ? ഇല്ല.